ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2136. ഇന്ന് നവംബർ മാസം 5-ാം തീയതി. ഈ ആണ്ടിലെ 309-ാമത്തെ ദിവസത്തിലെത്തി. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുരിതവും ദുരന്തവും എന്താണ്? ഒരു മനുഷ്യൻ വീണുപോകാവുന്ന ഏറ്റവും ആഴമുള്ള അഗാധമായ കുരുക്കേതാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും നികത്താനാവാത്ത നഷ്ടമേതാണ്? പലരും ആലോചിച്ച് ഉറപ്പിച്ചെടുക്കാനുള്ള തിരക്കിലാവും. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് ഒരു ദൈവനഷ്ടം തന്നെയാണ്. അതൊരിക്കലും നമുക്ക് കണക്കുകൂട്ടിയോ അളന്നെടുത്തോ അറിവിന്റെ വിഭവങ്ങൾ വെച്ചോ ഒന്നും കൃത്യമായി രേഖപ്പെടുത്താൻ പറ്റില്ല. ദൈവം അറിയാതെ പോകുന്ന ചില മനുഷ്യരുണ്ട് ഭൂമിയിൽ. സകലതും അറിയുന്ന ദൈവത്തെക്കുറിച്ച് തന്നെയാണ് ഈ അവിവേകം ഞാൻ ഈ നല്ല പുലരിയിൽ ധൈര്യത്തോടെ പറയുന്നത്. ദൈവം പരിഗണിക്കാതെ പോകുന്ന മനുഷ്യരെന്നല്ല, ദൈവം പോലും അറിയാതെ പോകുന്ന മനുഷ്യരുണ്ട്. ദൈവത്തിന് പോലും പിടുത്തം കിട്ടാത്ത മനുഷ്യര്. ദൈവത്തിന്റെ ആ വിചാരത്തില്, ഓർമ്മയില്, മനസ്സില്, ആ പുസ്തകത്തിൽ പോലും ഒരുപക്ഷെ പേരില്ലാതെ പോവൂ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊരു ദൈവശബ്ദം നിങ്ങളിൽ ചിലർ കേൾക്കാനായിട്ട് ഇടയാകും, കേൾക്കാനിരിപ്പുണ്ട് എന്ന് ക്രിസ്തുയേശു മുന്നറിയിപ്പ് തരുമോ? ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അപ്പൊ ദൈവത്തിന് പോലും പിടുത്തം കിട്ടാത്ത ഏതോ ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുന്ന, അങ്ങനെ ജീവനോടെ ആയിരിക്കുന്ന ചില മനുഷ്യർ ദൈവത്തിന് പോലും പിടുത്തം കിട്ടുന്നില്ല. വല്ലാത്തൊരു നിർഭാഗ്യത ഇവിടെയുണ്ട്. ഒരിക്കലും രക്ഷപ്പെടാനാവാത്ത വിധത്തിലല്ലേ? വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 24, 25, 26 വചനങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാവോ? നിങ്ങൾ എവിടെ നിന്നുള്ളവർ എന്ന് ഞാൻ അറിയുന്നില്ല. ഒരാളോടുമല്ല, അതൊരു കൂട്ടം ആളുകളോട്, ഒരു സമൂഹത്തോട് പൊതുവെ പറയുക, നിങ്ങളെ ഞാൻ അറിയുന്നില്ല. നമ്മൾ ഓരോരുത്തരും ഒറ്റയ്ക്കാവുമ്പോൾ ഒന്ന് കാതോർക്കേണ്ടതാണ്, ഹൃദയം കൊണ്ടൊന്ന് പരതേണ്ടതാണ്. യേശുവിന് എന്നെ അറിയാമോ? യേശുവിന് എന്നെ അറിയാൻ പാകത്തിന് ഞാൻ ജീവിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ജീവിതത്തെ സ്വപ്നം കാണുന്നുണ്ടോ? ഒന്ന് അന്വേഷിച്ചുറപ്പുവരുത്തുക. ബാക്കി എല്ലാവരും എന്നെ അറിയുന്നുണ്ടാവും, എല്ലാ അർത്ഥത്തിലും, എല്ലാ അളവിലും, എല്ലാ തൃപ്തിയിലും. പക്ഷേ യേശുവിന് എന്നെ അറിയാമോ? ഞാൻ നിന്നെ അറിയുന്നില്ല. അങ്ങനെ ഒരു കഠിന ശബ്ദം കേൾക്കാനായിട്ട് ഇടയാകരുത് എന്നൊക്കെ നമ്മളിങ്ങനെ സൂതാറ പ്രാർത്ഥനയിൽ ഓർക്കാറുണ്ട്. ഞാൻ നിന്നെ അറിയുന്നില്ല എന്നുള്ള കഠിനവചനം കേൾക്കാൻ ഇടയാകരുതെന്ന്. പക്ഷെ അതിന് നമ്മൾ ഒന്നും പ്രത്യേകിച്ച് ചെയ്തു തുടങ്ങിയിട്ടില്ലല്ലോ. പ്രാർത്ഥനയോടുകൂടി ആമേൻ.